ജ്ഞാൻവാപ്പിയിൽ പൂജ തുടരാം. പൂജ തടയണമെന്നാവശ്യപ്പെട്ട മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി തള്ളി അലഹബാദ് ഹൈക്കോടതി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് വിശ്വാസം തുടരാം, പൂജ തുടരാം, ആചാരം തുടരാം എന്ന് തന്നെയാണ് അലഹബാദ് കോടതി വ്യക്തമാക്കി കഴിഞ്ഞത്. സുരേഷ്, ജ്ഞാൻവാപ്പി ക്ഷേത്രത്തിന്റെ 5ാമത്തെ നിലവറ, അതായത് വ്യാസ് ദഹന തുറന്നതിനെതിരെ ഈ ക്ഷേത്ര കമ്മിറ്റി, അതേപോലെ തന്നെ മോസ്ക് കമ്മിറ്റി എന്നിവർ തർക്കത്തിലുണ്ടായിരുന്നു. അതായത് കോടതി വിധി ഹൈന്ദവർക്ക് അനുകൂലമായി വന്നതിന് തൊട്ടു പിന്നാലെ അത് സ്റ്റേ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് സ്റ്റേ നൽകണമെന്നുള്ള ആവശ്യം പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈന്ദവ വിഭാഗത്തിന് പൂജ തുടർന്ന് കൊണ്ടുപോകാമെന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി 31-നുണ്ടായ വിധിയെ ചോദ്യം ചെയ്താണ് മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ പൂജ തുടർന്നു കൊണ്ടുപോകാം. അതായത് 1993 മുമ്പും അതേപോലെ തന്നെ അതിനുശേഷവും ഒക്കെ തന്നെ അവിടെ പൂജ നടത്തിയിരുന്നു എന്നുള്ള വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചിരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ ഈ ക്ഷേത്രത്തിന് അനുകൂലമായ നിലപാട് വിധിക്കാൻ കാരണമായത് റിസീവർ കൂടി അനുകൂലമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഈ ക്ഷേത്രം നിലവിൽ നോക്കുന്നത് റിസീവർ ഭരണത്തിന് കീഴിലാണ്. സ്വാഭാവികമായും റിസീവറിന്റെ നിലപാട് കൂടി ഈ ഒരു ഹൈക്കോടതി തീരുമാനത്തിന് അനുകൂലമായി എന്നുള്ളതാണ്. ഇനി നിലവിൽ തുടർന്നു കൊണ്ടുവരുന്ന 5ാമത്തെ നിലവറയിലെ പൂജകൾ സധൈര്യം തന്നെ തുറന്നു കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ്, അതായത് നന്ദൻ, ഈ ജ്ഞാൻവാപ്പിയിൽ പൂജ തുടരാം എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഹൈന്ദവ വിശ്വാസികൾക്ക് എല്ലാ തരത്തിലും അനുകൂലമായ ഒരു നിലപാട് നിയമവ്യവസ്ഥയും സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? സുരേഷ്, ഇനി തുടർ നടപടികൾ, അതായത് ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായി തന്നെ മറ്റ് നിലവറകൾ കൂടിയുണ്ട്. ആ നിലവറകൾ കൂടി തുറക്കണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതും കോടതിയുടെ പരിഗണനയിലുണ്ട്. എന്നാൽ ആ ഒരു വിഷയത്തിൽ കോടതി ഇതുവരെയായിട്ടും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വാദം കേട്ട് മറ്റ് നിലവറകൾ കൂടി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വ്യക്തമായ തെളിവുകൾ ഇവിടങ്ങളിലെല്ലാം തന്നെ പൂജകൾ നടന്നിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ ഹൈന്ദവ വിഭാഗം അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റ് ഹൈന്ദവ സംഘടനകളും ഈ ജ്ഞാൻവാപ്പി ക്ഷേത്രത്തിൽ നിത്യപൂജ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് ഒരുപക്ഷെ അനുകൂലമായ വിധി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം തെളിവുകളെല്ലാം തന്നെ വ്യക്തമായി തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ അനുകൂലമായ നിലപാടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സുരേഷ്, യെസ്, ജ്ഞാൻവാപ്പിയിൽ പൂജ തുടരാം, പൂജ തടയണം എന്നാവശ്യപ്പെട്ട മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.